രാജ്യത്തെ നഗരങ്ങളെ കൂടുതൽ വികസനോന്മുഖമാക്കുക എന്ന ലക്ഷ്യമാണ് കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ അമൃത് എന്ന സമഗ്ര വികസന പദ്ധതിയുടെ വിഭാവനത്തിന് കാരണമായത്. രാജ്യത്തെ നഗരങ്ങളിലെ എല്ലാ വീടുകളിലും ശുദ്ധജല വിതരണത്തിനും ദ്രവമാലിന്യ സംസ്കരണത്തിനും വേണ്ടിയുള്ള സംവിധാനം ഉറപ്പുവരുത്തുക, നഗരങ്ങളിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി തുറസായ സ്ഥലങ്ങളും പാർക്കുകളും വികസിപ്പിക്കുകയും ഹരിതാഭമാക്കുകയും ചെയ്യുക, മലിനീകരണ തോത് കുറയ്ക്കുന്നതിനായി യന്ത്രവത്കൃതമല്ലാത്ത പൊതുഗതാഗത സംവിധാനങ്ങൾക്കുള്ള സൗകര്യങ്ങൾ നിർമ്മിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അടൽ മിഷൻ ഫോർ റിജുവനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ അഥവാ അമൃത്. 2015 ജൂൺ 25 പ്രധാനമന്ത്രി അമൃത് പദ്ധതി രാജ്യത്തിന് സമർപ്പിച്ചു. 2015 സെപ്റ്റംബർ 1 കേരളത്തിൽ അമൃത് പദ്ധതിക്ക് തുടക്കമായി. ഇന്ത്യയിലാകെയുള്ള 500 അമൃത് നഗരങ്ങളിൽ 9 കേരളത്തിലാണ്. PFMSന്റെ ഭാഗമായുള്ള സ്റ്റേറ്റ് നോഡൽ അക്കൗണ്ട് സിസ്റ്റം നടപ്പിലാക്കിയ ആദ്യത്തെ കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് അമൃത്. കേരളമാണ് ആ നേട്ടം കൈവരിച്ച ആദ്യ സംസ്ഥാനം. അമൃത് പദ്ധതി പരിഷ്കരണ നാഴികക്കല്ലുകൾ കൈവരിച്ചതിന് കേന്ദ്ര സർക്കാർ നൽകുന്ന പ്രോത്സാഹന തുക തുടർച്ചയായി 4ാം തവണയും കേരളം നേടി. 2021 ഒക്ടോബർ 1 പ്രധാനമന്ത്രി പദ്ധതിയുടെ 2ാം ഘട്ടം ഉദ്ഘാടനം ചെയ്തു. അമൃത് പദ്ധതിയുടെ ആദ്യഘട്ടം 500 നഗരങ്ങളിലായിരുന്നെങ്കിൽ 2ാം ഘട്ടം ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിലേക്കും വ്യാപിപ്പിക്കുകയാണ്. കേരളത്തിലെ 93 നഗരസഭകളിലെ എല്ലാ വീടുകളിലും ജലവിതരണ സംവിധാനങ്ങൾ നൽകി നഗരങ്ങളെ ജലഭദ്രതയുള്ളതാക്കി മാറ്റുക എന്നതാണ് അമൃത് 2.0 ലക്ഷ്യമിടുന്നത്. കൂടാതെ 9 അമൃത് നഗരങ്ങളിൽ സമ്പൂർണ്ണ സ്വീവേജ് സെപ്റ്റേജ് മാനേജ്മെന്റ് സംവിധാനവും ലക്ഷ്യമിടുന്നു. ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനവും പാർക്കുകളും അമൃത് 2.0 മറ്റ് ഘടകങ്ങളാണ്. 5 വർഷം കൊണ്ട് 4000 കോടി രൂപയോളം ചെലവഴിച്ചാണ് നഗരങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ സർക്കാർ ഒരുങ്ങുന്നത്. 55% കുടിവെള്ള മേഖലയ്ക്കും 40% ദ്രവമാലിന്യ സംസ്കരണത്തിനും 4% ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനത്തിനും 1% പാർക്കുകൾക്കും എന്ന രീതിയിലാണ് അമൃത് പദ്ധതി 2ാം ഘട്ടത്തിലെ ഫണ്ട് വിനിയോഗം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പദ്ധതികളുടെ പൂർത്തീകരണത്തിന്റെയും ഉപഭോക്താക്കൾക്ക് അതിന്റെ പ്രയോജനം ലഭിക്കുന്നതിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും ഫണ്ട് വിതരണം നടത്തുന്നത്. ഇതിനു പുറമെ മികച്ച സ്റ്റാർട്ടപ്പ് ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനും വിജയകരമായ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുവാനും പദ്ധതി ലക്ഷ്യമിടുന്നു. സാമൂഹിക പങ്കാളിത്തത്തിലൂടെ പദ്ധതിയുടെ 2ാം ഘട്ടവും പൂർണ്ണ വിജയം കാണുമെന്ന പ്രതീക്ഷയോടെ പദ്ധതിക്കായി കൈകോർക്കുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ.